കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രചന ആകാശനോട് പറയണ, ആകാശേ മഹേഷ് വരുമെന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണല്ലോ അല്ലേന്ന് ചോദിക്കാം. അവൻ വരും, ഇന്റർവ്യൂവിന് മുമ്പ് അവൻ എന്താണെങ്കിലും എത്തിയിരിക്കും എന്ന് പറയാണ്. ആ സമയത്ത് മൃണാളിന് പറഞ്ഞു, എന്നാൽ ശരി നിങ്ങൾ റെഡിയായിട്ട് അങ്ങോട്ടേക്ക് പോരാൻ പറയണം എന്നും പറഞ്ഞ് മൃണാളിനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആകാശ് രചന അടിച്ചു. നീ എന്തിനാ രചന അങ്ങനെയൊക്കെ പറഞ്ഞേ? രണ്ട് കുട്ടികളുടെ കാര്യം, നീ രണ്ട് പ്രസവിച്ചെന്നുള്ള കാര്യമൊക്കെ എന്തിനാ മൃണാളിനിയുടെ കേക്ക് പറഞ്ഞെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ രചന ചോദിച്ചു, എന്താ ഉള്ള സത്യമല്ലെന്ന് ചോദിക്കും. ഞാനത് സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യമല്ലേ, അത് നീ അത് പൊട്ടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും. അതെ, എനിക്കിപ്പോ വലിയ സസ്പെൻസിന്റെ കാര്യമൊന്നുമില്ല. അതെ, ചിപ്പിമോളുടെ കാര്യത്തിൽ പോലും ഞാൻ കൂട്ടുനിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാലോ. എനിക്ക് എന്റെ ചിപ്പിമോളെ സ്വന്തമായി കിട്ടണം, അതിനു വേണ്ടിയിട്ട് മാത്രം ആ കാര്യം ആകാശ് ഒരിക്കലും മറക്കല്ലെന്ന് പറയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ മഹേഷ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ്. ശരി മഹേഷ് വരും, നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയണം. ഈ സമയം മൃണാളിയിൽ ചെന്നിട്ട് ക്യാമറയൊക്കെ സെറ്റാക്കി വെക്കണം. പിന്നീട് കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് ക്യാമറമാന്മാരുടെ. എല്ലാം ഓക്കെയാണ് മാഡെന്ന് പറയണേ. എന്നാ ശരി നമുക്ക് തുടങ്ങാന്ന് പറയണേ. അപ്പോഴേക്കും രചനയും ആകാശം കൂടെ അങ്ങോട്ട് വന്നിരുന്നു. പിന്നീട് മൃണാളിനി പറയാൻ തുടങ്ങി, അതെ ഇന്നത്തെ കുടുംബവിശേഷത്തിലേക്ക് നമ്മൾ പോവാണ്. ഇന്നത്തെ കുടുംബവിശേഷം നമുക്ക് ഫേമസ് ആയിട്ടുള്ള ആകാശ് മേനോനും കുടുംബമായിട്ട് വന്നിരിക്കുന്നത്. പിന്നീട് ആകാശിന്റെ രചനയെ പരിചയപ്പെടുത്തുവാണ്. ഇന്നത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന ഒരു അവിഹിത കഥയെക്കുറിച്ചാണ്. കാരണം ഇത്രയും കാലം സ്വന്തം മകളെ മറ്റൊരാൾ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അവരുടെ മോളാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആകാശ് മേനോൻ പറഞ്ഞു, ചിപ്പി എന്ന് പറയുന്ന മഹേഷിന്റെ കയ്യിലിരിക്കുന്ന കുട്ടി തന്റെ കുട്ടിയാന്നുള്ള ഞെട്ടിക്കൽ വെളിപ്പെടുത്തലുമായിട്ടാണ് വന്നിരിക്കുന്നത്. സത്യമാണോ ആകാശ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? ചിപ്പി നിങ്ങളുടെ മകളാണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആകാശ് പറഞ്ഞു, അതെ എന്റെ മോളാന്ന് പറയണ. രചനയോട് ചോദിച്ചു, രചന പറയൂ ചിപ്പി നിങ്ങളുടെ മോളാണെന്ന് ചോദിക്കുക. രചനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഒരു വെപ്രാളം. രചന ധൈര്യമായിട്ട് മറുപടി പറഞ്ഞോളാൻ പറയണ. കാരണം ഇത് ലൈവ് ടെലികാസ്റ്റ് ആണ്, ആൾക്കാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ ഇതൊന്നും പറ്റുന്നില്ലാത്ത കാര്യമാണ്, ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോഴേക്കാണ് മഹേഷ് അങ്ങോട്ട് കയറി വരുന്നത്. മഹേഷ് പറഞ്ഞു, എന്താ പറയാത്തെ, നീ പറയടീന്ന് പറയാണ്. അപ്പോഴേക്കും രചനയ്ക്ക് ആ പടര് വെപ്രാളമായി. എന്താ നിനക്ക് പറയാനായിട്ട് നാവില്ലേ, നീ ധൈര്യമായിട്ട് പറഞ്ഞോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ചിപ്പി നിന്റെ മകളാന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതിനെന്തേലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കൊല്ലാനുള്ള പെർമിഷനും കൂടെ നീ എനിക്ക് തരണമെന്ന് പറയണം. ഇനി പറ, ചിപ്പി നിന്റെ മോളാണോ ആകാശിന്റെ മോളാണോ അതെ എന്റെ മോളാണെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പം രചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയെ പോയി. രചന വീർപ്പൂട്ടിലോടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ആകാശ് ഇങ്ങനെ ഒരു അന്താളിപ്പോട് കൂടി മഹേഷിനെ നോക്കുകയാണ്. മഹേഷ് നേരെ ആകാശിന്റെ അരിയിലേക്ക് എല്ലുവാണ്. പിന്നീട് ആ കോളറിനോട് കുത്തിപ്പിടിച്ചു, സത്യം പറയടാ ചിപ്പി ആരുടെ മോളാണെന്ന് ചോദിക്കുക. എന്റെ മോള് ഉറപ്പാണോ നിനക്കെന്ന് ചോദിക്കുക. അതെ, അന്ന് ഒരു കാര്യം ചെയ്യാം, നിനക്ക് ഞാൻ കാര്യം കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് DNA ടെസ്റ്റ് റിപ്പോർട്ട് അങ്ങനത്തെ കാണിക്കണം, ഇത് വായിക്കടാന്ന് പറയണം. അതങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകാശം വല്ലാത്തൊരു വെപ്രാളപ്പേ. ഇനി സത്യം പറ, ഇനി ആരുടെ മോളാണ്? ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം എന്താണ്? ഇത് DNA ടെസ്റ്റ് ആണ്, പറയടാ ആരുടെ മോളാ ചിപ്പിന്ന് ചോദിക്കാം. മഹേഷിന്റെ മോള് ആണല്ലോ. എടാ എന്നിട്ടാണോടാ നീ ഇവിടെ ഇരുന്ന് ഈ നാറിയ പരിപാടി കാണിക്കണേ എന്ന് പറഞ്ഞ് ഒറ്റയടിയായിരുന്നു. അവൻ കാരണം പൊത്തി അങ്ങോട്ട് വീഴുവാണ്. ആ സമയം ലൈവ് ടെലികാസ്റ്റ് പോയിക്കൊണ്ടിരിക്കുക. മൃണാളി പെട്ടെന്ന് പറഞ്ഞ് ക്യാമറ ഓഫ് ചെയ്യാൻ പറയണം. ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഞാൻ ഇത് ചവിട്ടി പൊട്ടിക്കൂന്ന് പറയണം എന്ന് ഇവിടെ. ആ റെഡ് ലൈറ്റ് അങ്ങനെ ഓഫായി പോയിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്ന് പറയാ. ക്യാമറമാമൻ രണ്ടുപേരും പേടിച്ചു പോയി, ആകെപ്പാടെ വെപ്രാളമായി പോയി. ക്യാമറ എല്ലാം കൂടെ തല്ലി പൊട്ടിച്ചിരിക്കുന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും അവർക്ക് ആ പാടെ പേടി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് രചനയുടെ അടുത്തേക്ക് എന്നോട് മഹേഷ്, അതെ ചിപ്പി എന്റെ മോളാന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലായിരുന്നു. പക്ഷെ നീ കളിച്ച കളിയുണ്ടല്ലോ, നാണം ഉണ്ടോ നിനക്ക്? നിന്നെ ഒരു അമ്മയെന്ന് വിളിക്കാൻ തന്നെ നാണക്കേടാ. സ്വന്തം മോള് അല്ല വേറെ ഒരുത്തിന്റെ അത് പറയുന്നേക്കാളും ഉപരി ഇതിനേക്കാളും വേറെ നീ പോയി ചാകുന്ന അടി നല്ലതെന്ന് പറയാം. രചനയ്ക്ക് ആകപ്പാടെ ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് രചന പറഞ്ഞു, അതെ നീ ഒരിക്കലും ഒരു നല്ല ഭാര്യയല്ല, ഒരു അമ്മയല്ല. അതാക്കെ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നുവാണെങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് പോരെ. അവിടെ ഞാൻ കല്യാണം കഴിച്ച എന്റെ ഭാര്യയുണ്ട്, അവളെ നീ കണ്ടുപിടിക്കുക. എങ്ങനെ ഒരു നല്ല ഭാര്യ ആവണമെന്ന് അവൾ നിന്നെ പഠിപ്പിച്ചു തരുമെന്ന് പറയണം. ഇതിനും വലിയൊരു അപമാനം ഇനിയിപ്പോ രചനയ്ക്ക് കിട്ടാനില്ലായിരുന്നു. രചന വല്ലാത്തൊരു വീർപ്പുമുട്ടലിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് ക്യാമറമാൻ വീണ്ടും ക്യാമറ ഓഫ് ചെയ്യണം വന്നപ്പോഴത്തേനും പറഞ്ഞ്, തൊട്ടുപോയേക്കല്ലേ ക്യാമറേനെ, അറിയാലോ ക്യാമറ എങ്ങ് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ ഞാൻ ശരിയാക്കുമെന്ന് പറയാം.
പിന്നീട് മൃണാളിനോട് പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഇവന്മാരൊക്കെ പറയുന്ന കേട്ട് ഇതുപോലെ തരികട പരിപാടിയൊക്കെ നടത്തി ആൾക്കാരെ പറ്റിക്കും നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ തൊലിക്കെട്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരു ചാനലുകാരി വന്നിരിക്കുന്നു, ഒരു അവതാരക വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുച്ഛിച്ച് തള്ളിയിട്ട് മഹേഷ് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആകാശിനെ ഇതിനേക്കാളും വലിയൊരു അടി കിട്ടാനായിട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ മഹേഷ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന് വല്ലാത്തൊരു വീർപ്പുമുട്ടലായി. ആ സമയം മൃളാണിനെയൊക്കെ ആ പടം നാണം കെട്ടിരിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലോ നടന്നതൊക്കെ. പിന്നീട് രചനയെ ആകാശം ആശ്വസിപ്പിക്കുകയാണ്. പോട്ടെ. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, ആകാശെ, എനിക്ക് ആ പടം സമനിലേറ്റിരിക്കുന്ന അവസ്ഥയാ. ആകാശ് പറഞ്ഞുകൊണ്ട് മാത്രം ഈ കള്ളത്തരത്തിന് ഞാൻ കൂട്ടിയെന്ന്. ആകാശിനും അറിയാവുന്ന കാര്യമായിരുന്നല്ലോ ചിപ്പി സ്വന്തം മോഡലെന്നുള്ള കാര്യം. പക്ഷേ എങ്കിലും ഞാൻ ആകാശിനോടൊപ്പം നിന്നു. എന്തിനാണെന്നറിയോ, എന്റെ ചിപ്പിനെ കിട്ടൂല്ലോ എന്ന് ഓർത്തിട്ടാ. എന്നിട്ട് ഇപ്പൊ എന്തായെന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ രചനയെ ഞാൻ അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, ആകാശ് ഒരു ശവമാന്ന്. ഇതിൽ ഭേദം പോയി മരിക്കുന്നല്ലേ. ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മരിക്കാനാ തോന്നേ. അവന് മഹേഷ് പറയുന്നത് കേട്ടിട്ട് ഇതിനേക്കാളും ഭേദം അതായിരുന്നു. ഇനിയിപ്പോ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ലൈവ് ടെലികാസ്റ്റ് ആയിരുന്നു. എല്ലാരും ഇപ്പൊ കേട്ടിട്ടും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിൽ പരം ഒരു നാണക്കേട് വേറെ വരാനില്ലെന്ന് പറയാം. പെട്ടെന്ന് ആകാശം പറഞ്ഞു, രചന, ചിപ്പിമോൾക്ക് വേണ്ടല്ലേ ഈ കാര്യങ്ങളെല്ലാം. ഇതേ ഇനി ചിപ്പിമോളെ വിളിച്ച് പറയരുത്. പറഞ്ഞു കേട്ടല്ലോ, ഞാൻ ചെയ്ത തെറ്റ എന്താണെന്നറിയോ? ഞാൻ മഹേഷിനേക്കാൾ ഉപരി ആകാശിനെ ഡീപ്പായിട്ട് സ്നേഹിച്ചു. അതാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഒന്നും വേണ്ടായിരുന്നു തോന്നുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി ആകാശിന്. ആ സമയം ചിപ്പിമോള് നേരെ പ്രിയാമണിന്റെ അടുത്തേക്ക് വേണം. അപ്പൊ പ്രിയാമണി ഒരു പുസ്തകം നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഇതെന്റെ അമ്മാമ്മയെ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് ചോദിക്കാം. അത് പിന്നെ ഇത് ഹൊറോസ്കോപ്പാന്ന് പറയണം. ഹൊറോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതെന്താ സാധനം? അത് ജാതകം എന്ന് കേട്ടിട്ടില്ല, അതാന്ന് പറയണം. ഓ, ജാതകം. ഇതിപ്പോ ആരുടെ ഹൊറോസ്കോപ്പാ നോക്കുന്നേ? ഞാനേ മോളുടെ അമ്മയുടെ ഇഷിതയുടെ ആന്ന് പറയണം. ആഹാ, അത് കൊള്ളാലോ. എന്നിട്ട് അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്ന കാര്യം? ഇത് കേട്ട് കഴിഞ്ഞപ്പോ പ്രിയാമണി ഒന്ന് ആലോചിച്ചു. ആ ആലോചന ഉണ്ടപ്പത്തേനും ചിപ്പിമോള് പറഞ്ഞു, അല്ല, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാകുമോ? പിന്നെ സത്യമാകുന്നോ? അതുകൊണ്ടല്ലേ ഇതേ ഒരു സുന്ദരിമണിയായ ഒരു കുഞ്ഞിനെ എന്റെ മോൾക്ക് കിട്ടിയിരിക്കുന്ന ചോദിക്കാം. ഒരു ദിവസം ഇതിനകത്തുണ്ടായിരുന്നു. എന്താണെന്നറിയാവോ? എന്റെ മോൾ ഇഷിത വരുന്ന വഴിക്ക് കാറിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് വഴിയിലൊരു പട്ടിക്കുട്ടീനെ കൊണ്ട് ഒരു മാലാഹ കുഞ്ഞിനെ കണ്ടു. പിന്നീട് അവളെ സ്വന്തമായി വേണമെന്ന് ആഗ്രഹിച്ചു. അവസാനം അവളെ സ്വന്തമായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പം അവളുടെ കൊറോസ്കോപ്പിലുള്ളവരെല്ലാം കാര്യങ്ങളൊക്കെ നടന്നില്ലേ നിൽക്കും. ആ മാലാഹക്കുട്ടി ആരാന്നറിയാവോ? എനിക്കറിയാം, അത് ഞാനല്ലേന്ന് ചിപ്പിമോള് ചോദിക്കാം. അപ്പൊ അറിയാല്ലേന്ന് ചോദിക്കാം. അല്ല, എന്റെ കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ടോന്ന് ചോദിക്കുകയാണ്. മോളുടെ കാര്യമോ? മോളുടെ കാര്യം എഴുതിയിട്ടുണ്ട്. അതെനിക്കറിയാം. എന്താ എഴുതിയേക്കുന്നത്? എന്ത്? എനിക്കേ നല്ലൊരു അമ്മേനെ കിട്ടുമെന്ന്. അമ്മേനെ കിട്ടിയില്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചിരിക്കുവാണ് പ്രിയാമണി. അപ്പോഴേക്കും സുമിത്രയും കൂടെ എങ്ങോട്ടേക്ക് വന്നു. ആ സമയത്ത് ചിപ്പിമോള് പ്രിയാമണിയോട് ചോദിച്ചു, അല്ല അമ്മമ്മ അതിനെ ഇവിടുത്തെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ, അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് തല്ലിയിട്ടുണ്ടോന്ന് ചോദിക്കുക. തല്ലാനോ? മാഷ് എന്നെയോ? തല്ലിയിട്ടൊന്നുമില്ല. അതെന്താ? പഠിച്ചില്ലെങ്കിൽ തല്ലുമൊക്കെ ചെയ്യില്ലേ? എന്നും അമ്മ പഠിച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് അല്ലെന്ന് ചോദിക്കും. അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ തല്ലാത്തെന്ന് പറയാ? അച്ഛൻ തല്ലാത്തെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ പറഞ്ഞു, അതെ, തല്ലാനിട്ട് വന്നു കഴിയുമ്പോഴത്തേന് ഞാനൊരു വശീകരണ മന്ത്രം അങ്ങോട്ട് പ്രയോഗിക്കുന്നു പറയണം. വശീകരണ മന്ത്രം? അതെന്ത് മന്ത്ര? ഇത് കേട്ടതും സുമിത്ര പറഞ്ഞു, അതൊക്കെ ഒരു മന്ത്രമാന്ന് പറയണ. പെട്ടെന്ന് തന്നെ ചിപ്പിമോള് വെച്ചു, ക്രഷാണോന്ന് ചോദിക്കുകയാണ്. ക്രഷായിരുന്നു നിങ്ങൾ രണ്ടും തമ്മില്? ക്രഷോ? അതെന്ത് സാധനം? അതെന്താന്ന് പ്രിയാമണിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് സുമിത്ര പറഞ്ഞു, ക്രഷ് എന്ന് പറഞ്ഞാലേ ആണിനും പെണ്ണിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നൊരു ഇഷ്ടം, അതാണ് ചോദിച്ചത്. ആഹാ, നീ ആളോ കൊള്ളാലോടി, അമ്പടി കേമി എന്നൊക്കെ പറയണം. പിന്നീട് ചിപ്പിമോള് ചോദിച്ചു, അല്ല, നമ്മുടെ സുജിമോടെ ഹൊറോസ്കോപ്പ് ഇതിനകത്തുണ്ടോന്ന് ചോദിക്കാം. ഉണ്ട്. അന്ന് എങ്ങോട്ട് ഞാൻ വായിക്കാന്ന് പറയണം എന്നും പറഞ്ഞ് അതും കൂടെ മേടിച്ച പുസ്തകം. എന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഉറക്കം തൂങ്ങിയാന്നുള്ള കാര്യം. ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു, കറക്റ്റാന്ന് പറയണം. സുമിത്ര പറഞ്ഞു, വേണ്ട, നീ കൂടുതൽ പറയണ്ടെന്ന് പറയണം. അത് മാത്രല്ല, ഫുഡ് കഴിക്കാൻ ഭയങ്കര മിടിക്കുകയെന്ന്. ഓഹോ, ജോലി കിട്ടും, പക്ഷേങ്കില് ജോലി ചെയ്യാൻ പോകാനായിട്ട് മടിയാ. വീട്ടിൽ നിന്ന് വെറുതെ ഫുഡ് കഴിക്കാനാ ഇഷ്ടം. ഇതും കൂടെ കിട്ടുമ്പോ സുമിത്ര പറഞ്ഞു, മതി, നീ വായിച്ചു മതി. ഇതിനേക്കാളും ഭേദം നീ എന്റെ മുഖത്ത് നോക്കി പറയുന്നതാന്ന് പറയാം. അത് കേട്ടത് ചിപ്പിയും പ്രിയാമണിയും കൂടെ ചിരിക്കുക. പ്രിയാമണി പറഞ്ഞു, ചിപ്പിമോള് പറഞ്ഞല്ല 100% ശരിയാന്ന് പറയണം. പിന്നീട് സുമിത്ര നേരെ ചിപ്പിമോളുടെ അടുത്തേക്ക് വരുവാണ്. ചിപ്പിമോളുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ബാ, ഇനി നീ ഇവിടെ ഒന്നും ശരിയാകത്തില്ല, നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം, എനിക്ക് ഇഷ്ടേച്ചിനെ കാണാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ഫോണിനകത്ത് നോക്കിയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുവാണ് സ്വപ്നവല്ലി. അപ്പോഴേക്ക് ഈ കാഴ്ച കൊണ്ടുവന്ന് രാമനാഥൻ അങ്ങോട്ട് വന്നു. ഇതെന്താ സ്വപ്നവല്ലി, നിനക്ക് വല്ല കോച്ചി പിടിച്ചോന്ന് ചോദിക്കുകയാണ്. ഓ രാമ, ഇത് കോച്ചിപ്പിടുത്തം അല്ലത്, കുച്ചിപ്പിടിയല്ല, ഭരതനാട്യം എന്ന് പറയണേ.
ഭരതനാട്യം ഇങ്ങനെയാണോ ഭരതനാട്യം കളിക്കുന്നത്? അത് ഞാൻ ഭരതനാട്യം പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടില്ലേ? റെസിഡൻസ് അസോസിയേഷന്റെ ഇവിടെ നമ്മുടെ എല്ലാ വർഷവും നടത്തുന്ന വാർഷികമുണ്ട്. അപ്പൊ അതിനകത്ത് എന്റെ ഡാൻസ് ഉണ്ട്. ഈ തവണ എല്ലാവരും എനിക്ക് പൊട്ടിക്കണം എന്ന് പറയാം. ഇങ്ങനെയാണ് മിക്കവാറും പൊട്ടിക്കും എന്ന് പറയണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുയിത്രയും ചിപ്പിമോളും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അപ്പൊ സുയിത്രയെ കണ്ടു കഴിഞ്ഞപ്പോ മാഷ് പറഞ്ഞു, അല്ല മാഷ് രാമനാഥൻ പറഞ്ഞു, അല്ല മോള് ഭയങ്കര ഡാൻസ് ആയിരിക്കല്ലേ, ഒരു കാര്യം ചെയ്യാം, ദേ ഈ സ്വപ്നവലിക്ക് 2 സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുക, സ്വപ്നവലി പഠിക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ട പാടി സുയിത്ര എന്ത് ചെയ്യണം, 2 സ്റ്റെപ്പ് അങ്ങോട്ട് ഇടുവാണ്. ഭരതനാട്യത്തിന്റെ 2 സ്റ്റെപ്പ് അങ്ങോട്ട് ഇടുവാണ്. ആ സ്റ്റെപ്പ് കണ്ടപ്പോഴത്തേന് സ്വപ്നവലി ഒന്ന് അന്താളിച്ചു. പിന്നീട് സ്വപ്നവലി പറഞ്ഞു, ഇതൊക്കെ സ്റ്റെപ്പാണോ? ഇതൊക്കെ എന്ത്, ഇതൊക്കെ ഈസി ആയിട്ടുള്ളതല്ലേ, ഇങ്ങനെയൊക്കെയാണ് സ്റ്റെപ്പ് ഇടുന്നത്, എനിക്കിതൊക്കെ അറിയാവുന്നതാന്ന് പറഞ്ഞിട്ട് സ്വപ്നവലി പതൊക്കെ നൈസായിട്ട് തടി വരുവാണ്. പിന്നീട് ചോദിച്ചു, അല്ല എന്ത് പറ്റി, ഇങ്ങനെയൊക്കെ നടന്നാൽ മതി നിനക്കൊന്ന് സുഹിത്രയോട് ചോദിക്കുക. അതെന്താ ആന്റി അങ്ങനെ പറഞ്ഞേ? അല്ല നിന്റെ ചേച്ചി വന്നിട്ട് എന്റെ മോന്റെ തലയിൽ കയറി, അപ്പൊ അതുപോലെ നിനക്കും ഏതെങ്കിലും ഒരുത്തന്നെ തലയിൽ കയറണ്ടെന്ന് ചോദിക്കാം. ഏയ് ഞാൻ അങ്ങനെ തലയിൽ കയറാനൊന്നും പോകുന്നില്ല ആന്റി, ഞാൻ കയറുവാണെങ്കിൽ അത്യാവശ്യം വല്ല മലയിലോ കയറുന്നുള്ളൂ, അതാ നല്ലത്. കാരണം എന്റെ തലയിലേക്ക് ഏത് മല വരുന്നതെന്ന് ഓർത്താ ഞാനിങ്ങനെ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയണം. പിന്നീട് ഇത് കേട്ട് രാമനാഥന് ചിരി വന്നു. ആ സമയം സുഹിത്ര രാമനാഥനെ വിളിച്ചു, അല്ല ഇഷിതേച്ചി മുറിയിലുണ്ടെന്ന് മോളങ്ങോട്ട് ചെല്ലാൻ പറയണം. അങ്ങനെ സുഹിത്ര മുറിയിലേക്ക് ചെല്ലുവാണ്. സുഹിത്ര മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ ഇഷിത മുറിയിലുണ്ടായിരുന്നു. ഇഷിത അവിടെ ഒക്കെ അടിച്ചു വരുമായിരുന്നു. ആഹാ കൊള്ളാലോ, പുത്തനച്ചി പുറപ്പരം തൂക്കുന്നാണല്ലോ, അതുപോലെ തൂക്കുവാണോ എന്ന് ചോദിക്കുവാണ്. അതെ വേണ്ട വേണ്ട, കൂടുതൽ നീ എനിക്കിട്ട് പണിതാരം വരണ്ടെന്ന് പറയാ. എന്ത് പറ്റി ഇപ്പൊ ഇങ്ങോട്ട് വരാനായിട്ട്? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് ചോദിക്കാം. കഴിച്ചു, ഇപ്പൊ കഴിച്ചുള്ളൂ, ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാവും. അതെനിക്കറിയാലോ, അരമണിക്കൂർ 1 മണിക്കൂർ ഇടപെട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണമല്ലോ, അതാണല്ലോ ഒരു ശീലം. ദേ വണ്ണം കൂടി വരുന്നുണ്ട് കേട്ടോ എപ്പോഴെന്ന് പറയണം. പിന്നെ പോ ചേച്ചി, അത്രയ്ക്ക് വണ്ണം ഒന്നും കൂടിയിട്ടില്ലെന്ന് പറയണം. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. ആ സമയം ചിപ്പിമോള് സ്വപ്നയിലോട് പറഞ്ഞു, അതെ അച്ഛമ്മേനെ ഡാൻസ് ഞാൻ പഠിപ്പിക്കാന്ന് പറയണം. മോളോ? അതെ ഞാൻ 2 സ്റ്റെപ്പ് ഇട്ട് തരാം, അച്ഛമ്മ അതുപോലെ കാണിക്കാൻ പറയണം. അങ്ങനെ അവസാനം ചിപ്പിമോള് 2 സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സ്വപ്നവലി കാണിക്കുകയാണ്. ഇതെന്ത് സ്റ്റെപ്പാ ചിപ്പിമോളെ? ഇതൊക്കെ തന്നെയാ, ഈ അച്ഛമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല, ഡാൻസ് ഒന്നും അറിയത്തില്ല, കൊള്ളത്തില്ല എന്ന് പറയണം. ആ സമയം സ്വപ്നവലി ഒരു കാര്യം ചെയ്യാം, മോള് തന്നെ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കാനും പറഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ്, ഇഷിതയുടെ മുറിയുടെ അങ്ങോട്ടേക്ക് സ്വപ്നവലി പോവാണ്. ഈ സമയം ഇഷിത സുഹിത്ര കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷിത പറഞ്ഞു, അതെ വിനോദം ഉള്ളതുകൊണ്ടാ എത്രയും പെട്ടെന്ന് തന്നെ മഹേഷിനെ കണ്ടെത്താൻ സാധിച്ചെന്ന് പറയാം, ഒരു താങ്ക്സ് പറഞ്ഞേക്കാൻ പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സുഹിത്ര പറഞ്ഞു, ഓ അത് ശരി, അപ്പോഴിപ്പോഴെങ്കിലും നമ്മളെ കൊണ്ട് ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടായല്ലേന്ന് ചോദിക്കാം. അതെ അതെ, അത് നിന്നെ കൊണ്ടല്ലോ ഉണ്ടായത്, വിനോദിനെ കൊണ്ടല്ലേ എന്ന് ചോദിക്കാണ്. വിനോദ് മാളികയിലുള്ളതുകൊണ്ടാ കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് റെഡിയായെന്നൊക്കെ പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കയറി സ്വപ്നവലി ആ പേര് കിട്ടി, വിനോദ് മാളികൽ. പെട്ടെന്ന് ഒന്നും അറിയത്തില്ലാത്ത മട്ടിച്ചെന്ന് ചോദിച്ചു, അല്ല നിങ്ങൾ ആരുടെ പേരൊക്കെ പറയുന്നുണ്ടോ, ആരെ രക്ഷിച്ച കാര്യം അതാരാന്ന് ചോദിക്കണം. സുഹിത്ര പറഞ്ഞു, വിനോദ് മാളികലിന്റെ കാര്യം പറഞ്ഞു. വിനോദ് മാളികലോ, അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇക്ഷിത പറഞ്ഞു, ഇവിടുത്തെ NCPയുടെ യുവജന നേതാവാന്ന് പറയണം. അത് കൂടാതെ ഇതേ സുജിയുടെ കൂടെ കോളേജിൽ പഠിച്ചാണ്, കോളേജ് മേറ്റും ആന്ന് പറയണം. ഓ അങ്ങനെയല്ലേ. പെട്ടെന്ന് തന്നെ ഒരു ദീർഘനിശ്വാസം വിടുവാണ് സ്വപ്നവലിക്ക് തന്റെ മകനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി. പക്ഷേങ്കില് അവനെ ഇപ്പൊ കാണാൻ പോലും കിട്ടുന്നില്ലോ, അവൻ തന്റെ മകനാണെന്ന് വിളിച്ചു പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് സ്വപ്നവലി ഇരിക്കണേ. ഇവർക്കാർക്കും ആ സത്യങ്ങളൊന്നും അറിയത്തുമില്ല. പിന്നീട് സ്വപ്നവലി ചോദിച്ചു, അല്ല അവരുടെ അച്ഛനും അമ്മേനെ കുറിച്ചൊന്നും അറിയത്തില്ല, അച്ഛനും അമ്മയ്ക്ക് ആരാന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ സുഹിത്ര, അയ്യോ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ആന്റി, അതിനെക്കുറിച്ചൊന്നും ഞാൻ വിനോദിനോട് ചോദിച്ചിട്ടുമില്ല, വിനോദ് എന്നോട് പറഞ്ഞിട്ടുമില്ലെന്ന് പറയണം. അല്ല ആളെങ്ങനെയാ വിനോദ്? ഓ ഭയങ്കര തല്ലിപ്പൊളിയായിരുന്നു, ഇപ്പൊ പക്ഷെ ആള് പാവാണ്, ഇപ്പൊ നല്ല സൂപ്പറാന്ന് പറയണ ആള്. ഇത് കേട്ടതും സ്വപ്നയില് പെട്ടെന്ന് പറഞ്ഞു, ഓ ഭാഗ്യം, അന്ന് നല്ലൊരു മോനെ കിട്ടിയ അമ്മ പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് പറയണേ. ഇത് കേട്ടൻ പറഞ്ഞു, അല്ല ആന്റി അതിനെന്തിനാ സന്തോഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കണം. അല്ല അത് പിന്നെ എത്രയാന്ന് പറഞ്ഞ പണ്ട് തല്ലിപ്പൊളിയായിട്ട് നടന്നല്ലേ, ഇപ്പൊ നല്ലതാന്ന് ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നുണ്ടല്ലോ, ഏതൊരു അമ്മമാരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ, ആ അമ്മേനെ കുറിച്ച് ഞാൻ ചിന്തിച്ചാന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് സുഹിത്ര അങ്ങോട്ട് ഇഷിതയോട് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് സ്വപ്നവലി അവിടെ നിങ്ങോട്ട് പോവാണ്. ഈ സമയം ഇഷിത പറഞ്ഞു, അല്ല വിനോദിനെ കുറിച്ച് പറഞ്ഞപ്പം അമ്മയുടെ മുഖത്ത് എന്തോ ഒരു മാറ്റം സുജി നീന്നി ചോദിക്കുക. ഐശ്വര്യ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, കാര്യം എന്താണെന്ന് അറിയില്ല എന്ന് പറയണം. ആ സമയം സ്വപ്നവലി നേരെ രാമനാഥന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. രാമനാഥന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് എന്റെ മോനെ കാണണമെന്ന് പറയണം. ആരെ? വിനോദിനെ. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാനായിട്ട്? അവന്റെ അമ്മേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരാ എന്താന്നും പറഞ്ഞിട്ടില്ല. അവന്റെ അമ്മേനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ അവന് ഒരിക്കലും സുഹിത്രയോട് പറഞ്ഞെന്ന്. എന്താണെന്നറിയാവോ, എന്റെ അമ്മ താരാട്ട് പോലെയാന്ന്. അതെ രാമ, എനിക്ക് എന്റെ മോനെ കാണണം, എനിക്കിനി കാണാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാ. നീ ഒന്ന് സമാധാനപ്പെടി സ്വപ്നവലി, ഉറപ്പായിട്ടും മോനെ കാണാം, നീ ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുക.
പിന്നീട് രജനി ആകപ്പാടെ അസ്വസ്ഥയായിട്ട് ബാഗിനകത്തേക്ക് കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ്. അങ്ങനെ വെക്കുന്ന സമയത്ത് ഫോൺ ബെല്ലടിച്ചു. നോക്കി ഫ്രണ്ടാ വിളിക്കുന്നത്. ഹലോ, പറഞ്ഞു സോന എന്ന് പറയണേ. എന്തൊക്കെയാടി ഈ സോഷ്യൽ മീഡിയ കേട്ടോണ്ടിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യോ, ഒരു പരാതി കൊടുക്ക്. ഇങ്ങനെയാ പോയാൽ എങ്ങനെയാ? ആൾക്കാരൊക്കെ എന്തൊക്കെയാ പറയണമെന്ന് അറിയാവോ? അവസാനം ദേഷ്യം വന്നിട്ട് കോള് കട്ട് ചെയ്യുവാണ്. സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു രചനയ്ക്ക്. അപ്പോഴേക്കും ആകാശം അങ്ങോട്ട് വന്നു. ആകാശം വന്നിട്ട് പറഞ്ഞു, നീ എന്താ രചന ഇതെല്ലാം വായിക്കിട്ടെ? എങ്ങോട്ടാ? എങ്ങോട്ടേലും ഞാൻ പോവാ. ഇവിടെ നിന്ന് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് അറിയാം. എല്ലാം നിങ്ങൾ ഒറ്റ എടുത്ത കാരണം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ടാത്ത പണിക്ക് പോകണ്ടെന്ന്. ചിപ്പിമോള് നിങ്ങളുടെ മോളല്ലെന്നും അറിയാം. എന്നിട്ട് പോലും നിങ്ങൾ മഹേഷിനെ ജയിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടി. അവസാനം ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടില്ലേ? എനിക്ക് എന്ത് വിലയുള്ളതെന്ന് ചോദിക്കാം. നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ ഞാനൊരു സ്ത്രീയാണ്. എന്നെ കുറിച്ച് നിങ്ങൾ എന്നെ വിചാരിക്കാത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ആകാശ് പറഞ്ഞു, അത് പിന്നെ ചിപ്പിമോളെ കിട്ടാൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചു. ദേ രചനയുടെ ഫോൺ ബെല്ലടിക്കുന്നു, എടുക്കാൻ പറയണം. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ തന്നെ എടുക്കാനും പറഞ്ഞ ഫോണും കൂടെ കൊടുക്കുകയാണ്. ആകാശ് കോൾ എടുത്തു ഇനിയിപ്പോൾ അങ്ങേ തലയ്ക്കൊന്ന് വൃത്തിയോടെ തന്നെയാ പറയണേ. അവസാനം രചന കേട്ടല്ലോ, സമാധാനമല്ലോ. ഇന്ന് രാവിലെ തൊട്ടിട്ട് എത്രാമത്തെ കോളാന്നറിയാവോ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവോ, ഒന്ന് വരുവോ എന്നൊക്കെ ചോദിച്ചോണ്ട് പറഞ്ഞു ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു. എന്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയാണ്. പോട്ടെ, നമുക്ക് എന്തേലും ചെയ്യാം, ഉടനെ ചെയ്യാന്ന് പറയണേ. എന്ത്? ഇനി നിങ്ങളിലുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ വെറും ഒരു ശവത്തെ പോലെ ആയിപ്പോയി. കണ്ടില്ലേ, ആ മഹേഷ് വന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? എന്തേലും നിങ്ങൾക്ക് തിരിച്ചു ചെയ്യാനോ പറയാനോ പറ്റുമോ? ഇല്ലല്ലോ. എന്നിട്ട് ഇപ്പൊ വലിയ വർത്താനം പറയണു. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തലയ്ക്ക് ഭ്രാന്താവെന്ന് പറയണം. അത് മാത്രമല്ല, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ മകനെയും കൂടെ നഷ്ടപ്പെടുമെന്ന് പറയാം. അതെ, അവൻ സേഫ് അല്ലേ രചന? പിന്നെ നീ ഇതിനെ പേടിക്കണമെന്ന് ചോദിക്കും. അത് നിങ്ങൾക്ക് പറയാം, പക്ഷേ എങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. എന്നും പറഞ്ഞുകൊണ്ട് രചന ആ ബാഗ് കൊടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ആകാശം ഇങ്ങനെ ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.